കാണുന്നതും കേൾക്കുന്നതും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാനിന്ന് സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ രാഷ്ട്രീയ സംഭാഷണം എന്ന് തോന്നുന്നുണ്ടാവും. എന്നാൽ ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ പേര് പറഞ്ഞോ പാർട്ടി നേതാക്കന്മാരെ പറ്റിയല്ല സംസാരിക്കുന്നത്. രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളതാണ് രാഷ്ട്രീയം എന്ന ബോധ്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന വർത്തമാനം, പ്രത്യേകിച്ച് നമ്മളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ പറയുന്നൊരു വർത്തമാനമുണ്ട്. പൊളിറ്റിക്സ് എന്തൊരു ബോറാണ്, പൊളിറ്റിക്സിൽ ഇറങ്ങുന്നവർ ഭയങ്കര വൃത്തികെട്ടവരാണ്, ഇതൊരു വൾഗർ ഫീൽഡാണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ അഴിമതിയും കള്ളത്തരവും ഒക്കെയാണ്, അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു ജനറേഷൻ അത് പണ്ടുമുണ്ട് ഇന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ രാഷ്ട്രീയമൊക്കെ മോശമായതുകൊണ്ട് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമുക്കറിയാം, മറ്റു വിദേശ രാജ്യങ്ങളിലെ നേതാക്കന്മാർ അവർ ചെയ്യുന്ന ചില നന്മയുടെ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് സാധാരണക്കാരോട് ഇടപെടുന്ന രീതി, അവരുടെ കൊളീഗ്സിനോട് അവർ പെരുമാറുന്ന സാഹചര്യം, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന രീതി, ഇത് കണ്ടിട്ട് നമ്മൾ ഇവിടുത്തെ നേതാക്കന്മാരെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അയ്യോ എന്തോ ഒരു വൃത്തികെട്ട സാധനമാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ. അപ്പോൾ അങ്ങനെ ഒരു ധാരണയാണോ വേണ്ടത്? രാഷ്ട്രീയം അങ്ങനെയാണ്, അതാണോ രാഷ്ട്രീയം? ഇതൊക്കെയാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കക്ഷി രാഷ്ട്രീയമുണ്ട്. നമ്മൾ ABCD എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളെ കുറേ ആൾക്കാർ വരുന്നു, അവർ അതിൻ്റെ നേതാക്കന്മാരായി കയറി വരുന്നു, അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള മനുഷ്യർ ഇവരെ ആരാധിക്കുന്നു, ഇവർ വോട്ട് വാങ്ങുന്നു, മന്ത്രിയാവുന്നു, മുഖ്യമന്ത്രിയാവുന്നു, പ്രധാനമന്ത്രിയാവുന്നു, പഞ്ചായത്ത് മെമ്പറാവുന്നു, MLA ആവുന്നു, MP ആവുന്നു. നമ്മൾ കുറേ പേര് ഇതിനു വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ വോട്ടെന്ന് പറയുമ്പം തന്നെ പ്രായപൂർത്തി വോട്ടവകാശം നിയമപരമായി ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് 18 വയസ്സുള്ള ഏതൊരാൾക്കും വോട്ടവകാശം എന്ന് പറയുന്നത് അവരുടെ അവകാശമാക്കി മാറ്റിയത്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും ഈ വോട്ട് ചെയ്യാതിരിക്കുന്നത് എന്തോ വലിയ മഹത്തരമാണ് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. വോട്ട് ചെയ്യാൻ വേണ്ടി അവധിയെടുത്ത് വന്ന് വോട്ട് ചെയ്യാൻ വരുന്നവരുണ്ട്. അപ്പോൾ വോട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇലക്ഷനൊക്കെ വരാൻ പോകുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ വോട്ട് ചെയ്യേണ്ടതാണോ? വോട്ട് നമ്മളുടെ അവകാശമാണോ? നമ്മൾ എന്തിനാണ് ഈ വോട്ട് ചെയ്യുന്നത്? നമ്മുടെ ഒരു കയ്യിൽ ഒരു മഷി പുരട്ടാണ്, അത് നമ്മൾ ചെന്നില്ലെങ്കിൽ നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന സമൂഹമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വീക്ഷണം, ശരിയായ ഒരു ബോധ്യം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് മാത്രം ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് മാത്രം സംസാരിക്കുകയാണ്. രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. കാരണം രാഷ്ട്രീയമാണ് നമ്മളെ ഈ നാട്ടിൽ നിലനിർത്തുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതെൻ്റെ ബോധ്യമാണ്. അത് കക്ഷി രാഷ്ട്രീയമല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും ഇന്ന പ്ലാറ്റ്ഫോം എന്നത് മാത്രമല്ല, മറിച്ച് നമ്മളൊരു സാമൂഹിക ജീവിയാണ്. നമ്മൾ ഈ നാട്ടിൽ ജനിക്കുന്നു, ജീവിക്കുന്നു, ഒരുപാട് പേരോട് സംസാരിക്കുന്നു, പല പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അതിന് പരിഹാരങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ ഇടപെടുകയും നമ്മൾ കിട്ടുന്ന വരുമാനം അത് നികുതി കൊടുക്കുന്നുണ്ട്, പ്രൊഫഷണൽ ടാക്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യം നിഷ്കർഷിക്കുന്ന നിയമങ്ങളിലും വ്യവസ്ഥിതികളിലും നിന്നുകൊണ്ട് സാമൂഹ്യമായി ആൾക്കാരുമായി ചുറ്റി അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ രാഷ്ട്രീയം ഏതാണ്? അതൊരു പ്ലാറ്റ്ഫോമുണ്ട്, അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ ഈ നാട്ടിൽ ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന നന്മകൾ ചെയ്യുന്നുണ്ട്. നാട് നന്മയുള്ളതായി തീരാനും നാട് പുരോഗമിക്കാനും വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുപാട് സംഘടനകൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് അവർ ചെയ്യുന്നത്? അത് അവരുടെ ഒരു സേവന മനോഭാവമാണ്, വോളണ്ടറി ആയിട്ട് അവർ ചെയ്യുന്നതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടവർ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ പറയത്തില്ല സിസ്റ്റം ശരിയാവണം. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പലരും വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സീനിയർ അഭിഭാഷകൻ, അദ്ദേഹം ലണ്ടനിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കൂടെ ജീവിക്കാനായിട്ട് പോയി. അദ്ദേഹം അത് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം, വിനോദേ, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് കറണ്ട് പോകുന്നു, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്നു, നമ്മൾ KSEB ഓഫീസിലേക്ക് വിളിക്കും, അവർ ചിലപ്പോൾ ഫോൺ എടുക്കും, ചിലപ്പോൾ എടുക്കത്തില്ല. പിന്നെ എടുത്താൽ തന്നെ വലിയ താല്പര്യം കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, സാറേ എപ്പോൾ കറണ്ട് വരും? അത് ഇന്ന സ്ഥലത്ത് പണി നടക്കുക, വരും, 2 ദിവസം കഴിയും, അല്ല 1 മണിക്കൂർ, ഇങ്ങനെയാണ് പറയുക. ഈ 2 ദിവസം 1 മണിക്കൂർ ഇതൊരു സിസ്റ്റമല്ല. ഒരു കൃത്യമായ സമയം പറയുന്നത്, കൃത്യമായ സമയത്ത്
ഇത് കട്ട് ചെയ്യുന്നത്, ഇന്ന കാരണം പറഞ്ഞ് കട്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ മലയാളികൾ ചെയ്യുന്നത് കറണ്ട് പോയാൽ നമ്മൾ ചാടി അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കും. അവിടെയും കറണ്ട് പോയാൽ നമ്മൾ പറയും ഓ ആശ്വാസമായി, അവിടെയും പോയല്ലോ, പിന്നെ അവൻ പോയിക്കോളും. ഇതാണ് നമ്മുടെ രീതി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവിടെ ഒരു പവർ കട്ട് ഉണ്ടായാൽ, അല്ലെങ്കിൽ അവരുടെ വെള്ളത്തിൻ്റെ വരവ് നിലച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അവിടേക്ക് ഇൻഫോം ചെയ്യും, അവരുടെ സ്ഥലത്തേക്ക്, ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് ഇൻഫോം ചെയ്യുമ്പോൾ ആ ഓൺ ദി സ്പോട്ടിൽ അവർക്ക് റിപ്ലൈ കിട്ടും. ആ റിപ്ലൈ ഇങ്ങനെയായിരിക്കും, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞങ്ങളെത്തും. അതാണ് സിസ്റ്റം. അതിന് മുമ്പും അവർ വരില്ല, അതിന് ശേഷവും വരില്ല. ആ ടൈമിൽ അവർ വരും. അവർക്ക് മെസ്സേജ് ആയിരിക്കും വരിക, എൻ്റെ വീട്ടിൽ കറണ്ട് പോയിരിക്കുന്നു, എന്താണ് കാരണം? ഒരു കാരണം പറയും, എന്നിട്ട് പറയും കൃത്യം ഇത്ര ടൈമിൽ ആൾ വരും. ആ ടൈമിൽ ആൾ വന്നിരിക്കും. അപ്പോൾ ഇത് സിസ്റ്റമാണ്. ഇത് എന്തുകൊണ്ടാണ് സിസ്റ്റം ഉണ്ടായത്? അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, മറിച്ച് കാലാകാലങ്ങളായി അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഓരോ നയങ്ങൾ പറയുകയും ആ സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ദുബായിലും ഗൾഫിലുമൊക്കെ വണ്ടി ഓടിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ നാട്ടിലും അവർ വന്ന് ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പോൾ ദുബായിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പറയും എന്തൊരു ഗംഭീരമായി ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഓരോ ലൈനെ പറ്റി പറയും. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ പുതിയ NH-ലൂടെ കടന്നു വരികയാണ്, മലപ്പുറം ഭാഗത്ത് കോഴിക്കോട് നിന്ന് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ 3 ലൈനാണ് നമ്മുടെ അവിടെയൊക്കെ. NH പുതിയ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചു. അപ്പോൾ 3 ലൈനാണ് ഇട്ടിരിക്കുന്നത്, സർവീസ് റോഡ് താഴെയുണ്ട്. അപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയും ബൈക്കും ഇതിൽ കയറാൻ പാടില്ല, സർവീസ് റോഡിലൂടെ പോകാൻ പാടില്ല. കാരണം ബൈക്കും ഓട്ടോറിക്ഷയും ഒരു ലോങ് റണ്ണിൽ പോകുന്ന വാഹനമല്ല. ഹൈവേ എന്ന് പറയുമ്പോൾ ഒരു 100-150 കിലോമീറ്റർ 100 കിലോമീറ്റർ വേഗതയിൽ കിലോമീറ്റർ പോകാനുള്ളതാണ് ഈ പറയുന്ന ഹൈവേ. അപ്പോൾ സർവീസ് റോഡുണ്ട്, ഓട്ടോറിക്ഷയും ബൈക്കും ഒക്കെ ചെറിയ ഡിസ്റ്റൻസിൽ പോകുന്ന വാഹനമാണ്. അപ്പോൾ അവർക്ക് സർവീസ് റോഡ് മതി. ഇത് എഴുതി വെച്ചേക്കുന്നതിന് അടിയിലൂടെ ഓട്ടോറിക്ഷ ഹൈവേയിൽ കയറി പോകുന്നുണ്ട്. ഇതാരാണ് പരിശോധിക്കേണ്ടത്? ഇതിനെന്താണ് സിസ്റ്റം ഉള്ളത്? അപ്പോൾ നമ്മളെ സിസ്റ്റത്തെ നമ്മൾ തന്നെ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ലൈൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വിദേശ രാജ്യങ്ങൾ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും റൈറ്റ് സൈഡ് ലൈൻ എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കും. കാരണം അത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ലൈൻ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആ ലൈൻ ഓവർടേക്ക് ചെയ്യുന്നു, സെക്കൻഡ് ലൈനിലേക്ക് വരുന്നു. ലോറികൾ പോകേണ്ടത് ഏറ്റവും ഇടതുവശത്തെ ചേർന്നുള്ള ലൈനിലാണ്, ഇപ്പുറത്തെ കാറ്. മറ്റു വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് മാറി മാറി പോകണം. അപ്പം എപ്പോഴും റൈറ്റ് സൈഡ് ലൈൻ ഫ്രീ ആക്കി ഇട്ടിരിക്കണം. പക്ഷേ നമ്മൾ നോക്കൂ, അതുവഴി ലോറി പോകും. അപ്പോൾ ഈ സിസ്റ്റം നമുക്കില്ല. എന്നാൽ ഇതേ വണ്ടി ഓടിക്കുന്ന ഇതേ ഹൈവേയിൽ ഇങ്ങനെ തെറ്റായ വണ്ടി ഓടിക്കുന്ന എല്ലാ മലയാളികളും ഗൾഫിലോ മറ്റു രാജ്യങ്ങളിലോ പോയാൽ അവർ ആ സിസ്റ്റത്തെ അതേപോലെ അംഗീകരിക്കും. കാരണം ഭയമുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം ആരാ ഉണ്ടാക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്, അല്ലെങ്കിൽ സിസ്റ്റം ഇങ്ങനെ മോശമാകുന്നത് ആരുടെ കാരണം കൊണ്ടാണ്? ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു ഗവൺമെൻറ് സംവിധാനമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അത് ഇന്ന ആളുടെ ഗവൺമെൻറ്, അല്ല ഇന്ന മന്ത്രിയുടെ ഗവൺമെൻറ്, ഇന്ന മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്. അല്ല, ഇതൊരു വ്യക്തിയുടെ അല്ല ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു സ്ഥിര സ്ഥാപനമാണ്, അതൊരു ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടേക്ക് എത്തപ്പെടുന്ന നയങ്ങൾ രൂപീകരിക്കാൻ, ഭരിക്കാൻ, നിയമനിർമ്മാണം നടത്താൻ അവിടേക്ക് എത്തപ്പെടുന്ന മനുഷ്യർ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയക്കാർ. അപ്പോൾ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സിസ്റ്റം രൂപീകരിക്കാൻ, ഭരിക്കാൻ, ഭരണ നേതൃത്വത്തിലേക്ക് എത്താൻ വേണ്ടി അവനെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് കക്ഷി രാഷ്ട്രീയം. ഇപ്പോൾ രാജ്യത്ത് നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുവാണ്, സ്വതന്ത്രമായി മത്സരിക്കാം. ഒരു നിശ്ചിത എമൗണ്ട് കെട്ടിവെച്ച് നോമിനേഷൻ കൊടുത്താൽ ഏതൊരു വ്യക്തിക്കും നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പറാകാം, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകാം, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാം, MLA ആകാം, MP ആകാം. MLA മാർ കൂടുതൽ ചേർന്നിരുന്നിട്ട് അവരിൽ നിന്ന് എടുക്കുന്ന ഒരാളാണല്ലോ ഇന്ന മന്ത്രിയാവുന്നത്. അപ്പം ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ MLA, MP എന്നുള്ളതാണ്. MP ആണ് പ്രധാനമന്ത്രിയാവുന്നത്, MLA ആണ് മുഖ്യമന്ത്രിയാവുന്നത്. അപ്പം ഈ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഈ കക്ഷി രാഷ്ട്രീയം. A പാർട്ടി അല്ലെ B പാർട്ടി, C പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ സെർവ് ചെയ്യാൻ, നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം നടത്താൻ, ഈ രാജ്യത്ത് നല്ല നയങ്ങൾ രൂപീകരിക്കാൻ ഞാൻ മുഖ്യമന്ത്രിയാകണം, അല്ലെ ഞാനൊരു പ്രധാനമന്ത്രിയാകണം, അല്ലെ ഞാനൊരു MLA ആകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ആഗ്രഹത്തിനെ ക്യാരി ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇത്രയുള്ളതിൻ്റെ വ്യത്യാസം. ഇതാണ് അതിൻ്റെ സിമ്പിൾ വേ. അപ്പോൾ നമ്മൾ പറയും ഞാൻ വർഷങ്ങളായി ഇന്ന പാർട്ടിക്കാരനാണ്, ഞാൻ വർഷങ്ങളായി ഇന്ന പാർട്ടിക്കാരനാണ്. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഒരു കാറ് മാത്രമാണ് യൂസ് ചെയ്യുക, വർഷങ്ങളായിട്ട് നമ്മളൊരു വസ്ത്രം മാത്രമാണ് ഇടുക, വർഷങ്ങളായി നമ്മളൊരു ഭക്ഷണം മാത്രമാണോ കഴിക്കുക? അല്ല, താല്പര്യം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ നമ്മളൊരു
ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ, ഈ രാജ്യത്തിൻ്റെ ഭരണം നിർവഹിക്കാൻ ഞാനൊരു മന്ത്രിയാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതിന് ഞാൻ നാട്ടിലുള്ള ഈ പ്ലാറ്റ്ഫോം ഒരെണ്ണം തിരഞ്ഞെടുക്കും. അപ്പോൾ എൻ്റെ ആശയവുമായിട്ട് ചേർന്ന് പോകുന്ന, എൻ്റെ കാഴ്ചപ്പാടുകളുമായി ചേർന്ന് പോകുന്ന ABCDE എന്ന് പറയുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഞാൻ അതിൽ പോയി ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നു. എന്നിട്ട് നമ്മളവിടെ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പാരമ്പര്യവും നമ്മളുടെ കഴിവും കാണുമ്പോൾ കൂട്ടായ ജനം പറയുന്നു, ഇന്ന പാർട്ടിക്കാർ പറയുന്നു, സാർ അടുത്ത ഇലക്ഷനിൽ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കണം, സാർ അല്ലെങ്കിൽ MLA ആയിട്ട് മത്സരിക്കണം. ആ മത്സരിക്കാനുള്ള ഒരു ടിക്കറ്റ് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നത്. നിങ്ങൾ വൺസ് ജയിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കൊല്ലത്തെ MLA കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പാർട്ടിയുടെ MLA അല്ല, നിങ്ങൾ കൊല്ലത്തിൻ്റെ മുഴുവൻ MLA ആണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോമിൽ മത്സരം ജയിച്ചാൽ പിന്നെ അദ്ദേഹം കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന മനുഷ്യരെ എല്ലാം അദ്ദേഹം ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയാണ് അവർ സത്യപ്രതിജ്ഞ പോലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മനോഹരമായ സംവിധാനമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് വൾഗറാകുന്നു, എന്തുകൊണ്ട് ചെറുപ്പക്കാർ ഇതിനെ ഇഷ്ടപ്പെടാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അഴിമതി. അതല്ല എങ്കിൽ ഇവർക്കെന്താണ്, ഇപ്പം ഞാൻ വായിച്ചിട്ടുണ്ട്, നേഷൻ ബിൽഡിംഗ് എന്താണ് പൊളിറ്റിക്സിനെ പറ്റി വിദേശ രാജ്യങ്ങളിൽ പറയുന്നത്. രാജ്യത്തിൻ്റെ രൂപീകരണം, അതിനെ ബിൽഡ് ചെയ്യുകയാണ്. നമ്മൾ ഇപ്പം ഹൗസ് മേക്കർ എന്നൊക്കെ പറയത്തില്ല, നമ്മൾ വീട്ടിൽ അമ്മയ്ക്ക് എന്താ ജോലി, ഹൗസ് വൈഫാണ്, അല്ല ഹൗസ് മേക്കറാണ്. ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുന്ന ഒരാളാണ് നമ്മുടെ അമ്മ അല്ലെ അപ്പൻ, ഒരു കുടുംബം എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണാധികാരികൾ അവർ നേഷൻ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഫിൻലൻഡ് എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. അവിടെ 38 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവരുടെ പ്രധാനമന്ത്രിയായി വന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞു, കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പൊളിറ്റിക്സ് കരിയറാക്കി എടുക്കണമെന്ന്. അങ്ങനെ പൊളിറ്റിക്സ് പഠിക്കുന്നു. അതിനുശേഷം ആ കുട്ടി NGOയിൽ പ്രവർത്തിക്കുന്നു. ആ NGOയിലൊക്കെ പ്രവർത്തിച്ച് സാമൂഹ്യ സേവനം എന്ന് പറയുന്നതിനകത്ത് PhD എടുക്കുന്നു. അതിനുശേഷം അവൾക്കിഷ്ടമുള്ള അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അവൾ ജോയിൻ ചെയ്യുന്നു. അവൾ പ്രധാനമന്ത്രിയാവുന്നു. അപ്പോൾ ഇത് കരിയർ ബിൽഡിംഗ്, ഒരു കരിയറാണിത്. രാഷ്ട്രീയം എന്ന് പറയുന്ന ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കരിയറൊന്നുമല്ല. പലർക്കും കരിയറൊന്നുമല്ല. പലർക്കും ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറേ മനുഷ്യർ, ഇല്ലെങ്കിൽ കാശ് മാത്രം സമ്പാദിക്കാൻ താല്പര്യമുള്ള മനുഷ്യർ, ഇല്ലെങ്കിൽ അഴിമതി ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യർ, അതിൽ കള്ളത്തരങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യർ, അല്ലെങ്കിൽ അധികാരം വേണം എനിക്ക്, എല്ലാവരെയും ഭരിക്കാൻ, എല്ലാവരുടെയും മുകളിൽ നിൽക്കാൻ, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള തലയ്ക്ക് പിടിച്ച ഭ്രാന്ത് പിടിച്ച ഇങ്ങനെയൊക്കെയുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഗുണ്ടാ പ്രവർത്തനം ചെയ്യാൻ, അല്ലെങ്കിൽ കൊള്ളരായ്മകൾ ചെയ്യാൻ, എന്ത് വൃത്തികേട് ചെയ്തിട്ടും എന്നെ സംരക്ഷിക്കാൻ, അങ്ങനൊരു സംരക്ഷണ കവചമായി ഇങ്ങനെ പൊളിറ്റിക്സിനെ കാണുമ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇതിനോട് താല്പര്യമില്ലാതെ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ചെറിയ വർത്തമാനങ്ങൾ പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ മകളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അതിനൊക്കെ ആരാവണം? അപ്പോൾ അവൾ പറയും കളക്ടറാവണം. അപ്പം ഞാൻ ചോദിക്കും, ഒരു കളക്ടറായി കഴിഞ്ഞാൽ ഒരു ജില്ലയുടെ ഭരണാധികാരിയാണ്. പക്ഷേ ജനാധിപത്യ രാജ്യത്ത് ഒരു കളക്ടറിനെ മുമ്പോട്ട് നയിക്കുന്ന ആരാണ്? ആ നാട്ടിലെ ജനാധിപത്യ ഭരണാധികാരികളാണ്. അപ്പം പ്രോട്ടോക്കോൾ പ്രകാരവും ഏറ്റവും മുകളിൽ നിൽക്കുക, കാരണം ജനമാണല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഹിത പോലുമില്ല. ജനാധിപത്യ ലോകത്ത് ജനം തീരുമാനിക്കുന്നവരാണ് ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കുന്നത്, ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്കൊരു നല്ല പൊളിറ്റീഷ്യൻ ആകണം എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് അപകടകരമായൊരു വസ്തുതയാണ്. പിള്ളേർ ചിന്തിക്കണം, എനിക്ക് എന്തുകൊണ്ട് നല്ല പൊളിറ്റീഷ്യൻ ആയിക്കൂടാ. അപ്പോൾ എന്തുകൊണ്ട് അവർ കാണുന്ന അവരുടെ മുമ്പിലുള്ള മനുഷ്യരൊക്കെ രാഷ്ട്രീയം കൊണ്ട് അഴിമതി ചെയ്തവരായതുകൊണ്ടും, അല്ലെങ്കിൽ എന്ത് വൃത്തികേട് ചെയ്യുന്നവരായതുകൊണ്ടും, അതിനെയൊക്കെ ന്യായീകരിക്കാൻ കുറേ മനുഷ്യരെ അവരിങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടുമാണ് പൊളിറ്റിക്സ് വൾഗറാണെന്ന് പറയുന്നത്. പക്ഷേ പൊളിറ്റിക്സ് വൾഗറല്ല, പൊളിറ്റിക്സ് മനോഹരമായൊരു പദമാണ്, നേഷൻ ബിൽഡിംഗ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതായത് നമ്മൾ എന്ത് ചാരിറ്റി പ്രവർത്തനം ചെയ്താലും, നമ്മൾ എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്താലും അടിസ്ഥാനപരമായ മാറ്റം ഒരു രാജ്യത്തുണ്ടാവണമെങ്കിൽ അത് നിയമനിർമ്മാണ സഭകളിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന സംവിധാനമാണ്. അതെങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? കേരളത്തെ 140 അസംബ്ലി മണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. പലർക്കും അതൊന്നും അറിയത്തൊന്നുമില്ല. 140 മണ്ഡലങ്ങൾ. ആ 140 മണ്ഡലങ്ങളിൽ 140 MLAമാർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടും. നിയമസഭാ ഇലക്ഷൻ സമയത്ത് ABCD എന്ന പാർട്ടികൾ മത്സരിക്കും. അതിലോരോ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. നമ്മൾ പോയി വോട്ട് ചെയ്യുന്ന ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് എല്ലാത്തിനും ഓപ്ഷനുണ്ട്. ഭക്ഷണത്തിന് ഓപ്ഷനുണ്ട്, വസ്ത്രത്തിന് ഓപ്ഷനുണ്ട്, സിനിമകൾക്ക് ഓപ്ഷനുണ്ട്, വാഹനങ്ങൾക്ക് ഓപ്ഷനുണ്ട്, മൊബൈൽ ഫോണിന് ഓപ്ഷനുണ്ട്. പക്ഷേ പൊളിറ്റിക്സിൽ മാത്രം ഓപ്ഷനൊന്നുമില്ല. ABC, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളില്ല. അപ്പോൾ Aയും Bയും Cയും നമുക്ക് ഇഷ്ടമല്ല.
പക്ഷേ നിവൃത്തിയോട് വോട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നോട്ടയ്ക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതൊരിക്കലും വാല്യൂ ചെയ്യുന്ന പോലുമില്ല, ചുമ്മാ ഒരു സംവിധാനം മാത്രമാണ്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോൾ ചില ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് 10,000 വോട്ട് പോൾ ചെയ്യുന്നു, അല്ലെ 1,00,000 വോട്ട് പോൾ ചെയ്യുന്നു. ദൈവം ജനങ്ങൾക്കൊക്കെ ഒരു ഇത് തോന്നിയിട്ട് 50,000 വോട്ട് ഈ നോട്ടയ്ക്ക് അങ്ങ് പോൾ ചെയ്താൽ എന്തായിരിക്കും, അങ്ങനെ ഒരു ചർച്ചയെങ്കിലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മൊത്തത്തിൽ 1,00,000 വോട്ട് പോൾ ചെയ്തതിനകത്ത് 3 സ്ഥാനാർത്ഥികൾ കൂടെ 10,000 വോട്ട് കിട്ടുന്നു, ബാക്കി 90% വോട്ടും നോട്ടയ്ക്ക് മാത്രം കിട്ടിയാൽ ജനങ്ങൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ ചിന്തിക്കും, ഞങ്ങൾ ഇത്രമാത്രം ജനങ്ങൾ വെറുക്കുന്നു എന്ന് അവർ ചിന്തിക്കും. അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ പോയിട്ട് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും പോയി, ഇല്ല രാഷ്ട്രീയ അടിമത്ത് നമ്മുടെ തലയ്ക്കകത്തുണ്ടായതുകൊണ്ട്, അല്ലെ ജന്മം കൊണ്ട് പാരമ്പര്യം കൊണ്ട് ഞാൻ ഇതായതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമില്ലാത്ത ആൾക്ക് വോട്ട് കുത്തും. അതൊക്കെ മാറണം. അത് മാറണമെങ്കിൽ എന്തു വേണം? വിദ്യാസമ്പന്നരായിട്ടുള്ള, അനുഭവമുള്ള, അഴിമതി കാണിക്കാതെ ഈ രാജ്യത്തെ നയിക്കാൻ ശേഷിയുള്ള മനുഷ്യർ രാഷ്ട്രീയത്തിലേക്ക് വരണം. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് അവർക്ക് വരാനുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ടോ? ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് ഇതിനുള്ള സാഹചര്യം ഒരു കരിയറാക്കി ഇതിനെ കൊണ്ടുവന്ന്, ഇതൊരു ഒരു കരിയറാണ്. ഇതിനകത്ത് റിട്ടയർമെൻറ്റ് ഏജ് വേണം, ഇതിനകത്ത് ശമ്പളം, അടിസ്ഥാനപരമായ ശമ്പളം വേണം. എനിക്ക് അഴിമതി കാണിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്, അല്ലെ എനിക്ക് കൈയിട്ട് വാരേണ്ടി വരുന്നത് എപ്പോഴാണ്, എൻ്റെ ആവശ്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കാതെ വരുമ്പോഴാണ്, അല്ലെ എൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങിയാൽ എനിക്കത് നടപടിയാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഞാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? പണം അടിച്ചു മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തെ കാണാൻ ശേഷിയുള്ളവർ വന്നില്ല എങ്കിൽ രാഷ്ട്രീയം മോശമാവും, നമ്മുടെ ഭരണനിർവഹണവും മോശമാവും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 140 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. ഇലക്ഷൻ വരും, നമ്മൾ പോയി വോട്ട് ചെയ്യും, ഇന്ന സ്ഥലത്ത് ഇന്നാൾ ജയിച്ചു. അങ്ങനെ 140 പേര് വന്നു. അവിടെ എയും ബിയും സിയും എന്നൊന്നുമില്ല. അപ്പം അതിൽ ഭൂരിപക്ഷമുള്ള രണ്ടോ മൂന്നോ പാർട്ടികളായിട്ട് മത്സരിക്കുക. അതിൽ ഭൂരിപക്ഷം വേണമെങ്കിൽ 72 സീറ്റുകൾ നേടുന്നവർക്കായിരിക്കും ഭൂരിപക്ഷം, അവരായിരിക്കും ഭരണപക്ഷം. അപ്പോൾ പ്രതിപക്ഷം ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. അതിൽ പരിചയസമ്പന്നരായ ആൾക്കാരായിരിക്കും മുഖ്യമന്ത്രിയാവുക, മന്ത്രിമാരാകുക. പക്ഷേ അതൊരു മനോഹരമായ സംവിധാനമാണ്, ആവിഷ്കരിച്ച രീതി നല്ലതാണ്. ജനാധിപത്യ സംവിധാനം രാജ്യത്തുണ്ടാവുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതിക്കല്ല അനുസരിച്ചല്ല ഇപ്പോൾ പോകുന്നത്. അതായത് അതിലൊരുപാട് അധികാരത്തിന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, അധികാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു പലരെയും അതിനെ ഉന്മത്തരാക്കുന്ന സാധനമാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ, അധികാരം ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ അത് ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരുപാട് മനുഷ്യരാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരൊക്കെ കടന്നു വരുമ്പോൾ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട്, കാരണം അതിൻ്റെ സുഖ സൗകര്യങ്ങൾ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന താരാരാധനകൾ, അല്ലെങ്കിൽ അവരോട് ഇപ്പോഴും പലരും പറയുന്ന പോലെ നമ്മൾ പ്രജ എന്നൊരു വാക്ക് തന്നെ സത്യത്തിൽ അതത്ര ഭംഗിയുള്ള വാക്കല്ല. കാരണം പൗരൻ എന്ന് പറയുന്നൊരു വാക്കാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ പൗരധർമ്മമുള്ള മനുഷ്യരാണ്. പ്രജ, രാജാവെന്ന് പറയുന്നത് കഴിഞ്ഞു, രാജഭരണം കഴിഞ്ഞു. അവിടെയാണ് കൊടുക്കുന്നത് വാങ്ങുന്ന മനുഷ്യൻ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന പ്രജയുണ്ടായിരുന്നത്. ആ പ്രജ രീതി മാറി, പ്രജയല്ല ഇപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ പൗരനാണ് ഉണ്ടാവേണ്ടത്, സാമൂഹ്യ ബോധമുള്ള. അതായത് എന്നെ ഈ നാട്ടിലെ പൗരന്മാരെല്ലാം കൂടെ ചേർന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത്. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഞാൻ അവരുടെ മാസ്റ്റർ അല്ല, മറിച്ച് ഞാൻ അവരുടെ സെർവൻ്റാണ്. എനിക്ക് മറ്റുള്ളവർക്ക് സമയമില്ല. അപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ വക്കീൽ പണി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ സിനിമാ മേഖലയിൽ ചെയ്യുന്നു. അപ്പം അങ്ങനെ പല ജോലികൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെ ശുശ്രൂഷിക്കാനും നമ്മളെ സേവനം നടത്താനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നിയമനിർമ്മാണം നടത്തി ഈ രാജ്യം മനോഹരമാക്കാനും ഏൽപ്പിച്ചിരിക്കുന്നവരാണ് ഈ നാട്ടിലെ മന്ത്രിമാരെന്നും MLA-മാരെന്നും MP-മാരെന്നും നമുക്കൊരു ധാരണ വരുമ്പോൾ നമുക്ക് പ്രജ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാനൊരു പൗരനായി എന്നൊരു ബോധം നമുക്കുണ്ടാവും. ഈ ബോധം നമുക്ക് ആദ്യം ഉണ്ടായാൽ മാത്രമേ നമ്മളെ ഭരിക്കുന്നവർക്കും ആ ഒരു ബോധമുണ്ടാവും. ഇപ്പോഴും പക്ഷേ നമ്മളിപ്പോഴും നിൽക്കുന്നത് പണ്ടത്തെ പോലെ കൈകൂപ്പി തമ്പുരാനെ അല്ലെങ്കിൽ അടിയൻ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിപ്പോഴും പ്രജകളായി കാണുന്നത്. അതുകൊണ്ടാണ് പല വിഷയങ്ങളും നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ പല കമൻറ്റുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഞാൻ കമൻറ്റുകൾ എപ്പോഴും കാണുന്നൊരു കമൻറ്റ്, ഈ നാട്ടിൽ സാധാരണക്കാരന് വിലയില്ല, ഈ നാട്ടിൽ സാധാരണക്കാരന് വാല്യൂ ഇല്ല, പണമുള്ളവർക്ക് എന്തുമാകാം, അധികാരമുള്ളവൻ എന്തുമാകാം എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് നമുക്ക് ഈ ബോധ്യവും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു, രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയത്തെ വെറുക്കുന്നത് ഈ കക്ഷി രാഷ്ട്രീയം, അതായത് A പാർട്ടി അല്ലെ B പാർട്ടി അല്ലെ C പാർട്ടി എന്ന് പറയുന്ന പാർട്ടികളെ കാണുന്നുകൊണ്ടും ആ പാർട്ടികൾക്ക് വേണ്ടി എന്ത് വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരുണ്ടായതുകൊണ്ടും എന്ത് വൃത്തികേട് ചെയ്താലും അതിനെ അനുകരിക്കുന്ന ന്യായീകരിക്കുന്ന മനുഷ്യർ അതിനൊപ്പം ഉണ്ടായതുകൊണ്ടുമാണ് നമ്മളതിനെ വെറുക്കുന്നത്. മറിച്ച് അതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് വിദ്യാസമ്പന്നരായ, പരിചയസമ്പന്നരായ, രാജ്യത്തെ ജോലി കൊണ്ട് ഉപജീവനം കഴിക്കുകയും ബാക്കിയുള്ള സമയം ഒരു പാഷനായിട്ട് മറ്റുള്ള നമ്മൾ സേവനം ചെയ്യുന്ന പോലെ സേവനം ചെയ്യുന്ന മനുഷ്യർ രാഷ്ട്രീയത്തിൽ കടന്നു വരുമ്പോൾ ഞാനത് ഓർക്കുന്നത് നമ്മുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്.
185 നിയമങ്ങളാണ് കഴിഞ്ഞ അസംബ്ലി സെഷനിൽ പാസ്സായത്. 185 നിയമങ്ങൾ. ഈ 185 നിയമങ്ങളെന്ന് പറയുന്നത് ഈ നാട്ടിലെ, ഈ മലയാള നാട്ടിലെ, കേരളക്കരയിലെ സാധാരണ മനുഷ്യരെ അവരുടെ ജീവിതം നിർണ്ണയിക്കുന്ന നിയമങ്ങളാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഈ നാട്ടിലെ ലോട്ടറി തൊഴിലാളികളുടെ പ്രശ്നം, സർക്കാർ അധ്യാപകരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരുപാട് നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 185 നിയമങ്ങൾ ചർച്ച ചെയ്ത് നടത്തേണ്ട നിയമങ്ങൾ അസംബ്ലി സെഷനിൽ കൊണ്ടുവന്നു. പക്ഷേ നമ്മൾ പുറത്തോട്ട് കാണുന്ന ചർച്ചകളും വിവാദങ്ങളും ഇതുമായി ബന്ധമുള്ളതൊന്നുമല്ല. കൈയടിക്ക് വേണ്ടി അല്ലെങ്കിൽ PR റേറ്റിങ്ങിന് വേണ്ടി സംസാരിക്കുന്ന പലതും നമ്മൾ കാണുന്നത്. അവിടെ മനുഷ്യൻ്റെ ജീവിതവുമായി, സാധാരണക്കാരൻ്റെ ജീവിതവുമായി, നമ്മൾ പറയുന്നു നികുതി കൂടി, നമ്മൾ പറയുന്നു കറണ്ടിൻ്റെ ഇത് കൂടി, അല്ലെ വെള്ളത്തിൻ്റെ കരം കൂടി, അല്ലെ ഭൂനികുതി കൂടി, നമ്മൾ വിലപിക്കുമ്പോൾ ഇതെല്ലാം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഇത് എത്ര കൂടണം, എത്ര കുറയണം എന്ന് തീരുമാനിക്കുന്നത് തിരുവനന്തപുരത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്. പക്ഷേ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, നമ്മളിതിനെപ്പറ്റി ബോധവാന്മാരല്ല. അപ്പോൾ അങ്ങനെ ബോധവും ബുദ്ധിയും ഒക്കെയുള്ള മനുഷ്യർ വരണം. ആ വരാനുള്ള പ്ലാറ്റ്ഫോമാണ് രാഷ്ട്രീയം. കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് പിടിക്കാനുള്ളത് മാത്രമല്ല, ഈ രാഷ്ട്രം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് രാഷ്ട്രീയം. അതൊരു നേഷൻ ബിൽഡിംഗ് ആണ്, അതൊരു കരിയറാണ്. നല്ല ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ അതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇവല്യൂഷനിലൂടെ, ഒരു മാറ്റത്തിലൂടെ, ഒരു വിപ്ലവത്തിലൂടെ ഈ രാജ്യം, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഈ രാജ്യമാണ് മനോഹരം എന്ന് പറയുന്നതിനപ്പുറം എൻ്റെ രാജ്യമാണ്, എൻ്റെ മലയാള രാജ്യമാണ്, എൻ്റെ ഭാരതമാണ് എല്ലാ തരത്തിലും മനോഹരം എന്ന് പറയുന്ന ഒരു കൾച്ചർ, ഒരു സിസ്റ്റം നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് രാഷ്ട്രീയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനോഹരമാകുന്നത് എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്.